ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളുടെ റിക്വയർമെന്റ്, എത്ര എണ്ണം ഫാർമസിസ്റ്റുകൾ വിവിധ ഓരോ ഹോസ്പിറ്റൽസിലും വേണം, റിക്വയർഡ് ആയിട്ടുള്ളത് നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് എത്രയാണ്, അത് അവിടുത്തെ ഓരോ ഹോസ്പിറ്റൽസിന്റെയും ബെഡ് സ്ട്രെങ്ത്തിന്റെ ബേസിസിലാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അപ്പൊ അതിന് ഓരോന്നിനും അതിൻ്റെതായ എണ്ണമാണ് വേണ്ടത്. ബെഡ് സ്ട്രെങ്ത് എത്ര ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫാർമസിസ്റ്റുകളുടെ നമ്പർ റിക്വയർ ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റൽ ഫാർമസിയിലെ എന്താ പറയാ ഫാർമസിസ്റ്റുകളുടെ അല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒരു ഫ്ലോ ചാർട്ട്, ഫാർമസിയിൽ കൺസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ഏറ്റവും ടോപ്പിൽ ആരാണ് പറഞ്ഞതാണല്ലോ, ഒന്ന് പറഞ്ഞു നോക്കിയേ, വേഗം പറഞ്ഞു നോക്കിയേ. ഏറ്റവും ടോപ്പിൽ ആരായിരിക്കും? ഡയറക്ടർ ആണ്. അതിന്റെ താഴെ സൂപ്പറിൻറ്റൻഡന്റ് ഫാർമസിസ്റ്റ്. അതെ, ചീഫ് ഫാർമസിസ്റ്റ് ഹു ഹോൾഡ്സ് എംഫാം ഉള്ള ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഉണ്ടാകുക. അപ്പൊ ഡയറക്ടറിന്റെ താഴെ സൂപ്പറിൻറ്റൻഡന്റ് അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ്. പിന്നെ അതിന്റെ താഴെ ആരാണ്? ഫാർമസിസ്റ്റ്. എല്ലാവരും തന്നെ ഫാർമസിസ്റ്റുകളാണ്. പക്ഷെ അവരുടെ ക്വാളിഫിക്കേഷൻസും അവര് ചെയ്യുന്ന അവരുടെ ഫങ്ഷനിങ്ങും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 4 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് കൊടുത്തേക്കണേ. ഒന്ന് ആദ്യത്തെ, അതായത് ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴിൽ വരുന്ന 4 ഫാർമസിസ്റ്റുകളിൽ ആദ്യത്തെ ഫാർമസിസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫാർമസിസ്റ്റ് ആണ്. അവർക്ക് ഒരു B.Pharm ഹോൾഡിംഗ് ഉണ്ടായിരിക്കണം. ക്വാളിഫിക്കേഷൻ B.Pharm ആണ്. ഫാർമസിസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലെയാണ്. പിന്നത്തേത് മെഡിക്കൽ സ്റ്റോർ, മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിന്റെ എന്താ പറയാ സ്റ്റോക്കും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ മെഡിക്കൽ സ്റ്റോറിന് വേണ്ടിയിട്ടുള്ള ഫാർമസിസ്റ്റ്. പിന്നെ ഉള്ളത് 2 ഫാർമസിസ്റ്റുകളാണ് ഹു ഡിസ്പെൻസ് ദ മെഡിസിൻസുകൾ ആളുകൾക്ക്, അത് ഇൻപേഷ്യൻസിനായിക്കോട്ടെ ഔട്ട് പേഷ്യൻസിനായിക്കോട്ടെ ഡിസ്പെൻസ് ചെയ്യുന്ന ആളാണ് കേട്ടോ, പുറത്തേക്ക് കൊടുക്കുന്ന ആളാണ്. പിന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഉണ്ട്, അത് ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മെഡിസിൻസിന്റെ ക്വാളിറ്റി താഴെ പോകാതെ, അതായത് നിലവാരം വളരെയധികം താഴെ പോകാതെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എന്താ പറയാ പോസിറ്റീവ് ഒരു റിസൾട്ടിനേക്കാൾ ഉപരി ഒത്തിരി നെഗറ്റീവ് റിസൾട്ടുകൾ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എപ്പോഴും കൺട്രോൾ ചെയ്ത് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകേണ്ടത് ഈ പറയുന്ന ഫാർമസിസ്റ്റുകളുടെ, ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ നമ്മളെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് നമ്മളുണ്ട് ഫാർമസിസ്റ്റില്. ഫാർമസി ഉൾപ്പെടെ എന്താ പറയാ ഫാർമസിയിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ഈ കമ്മിറ്റിയിൽ ഒരു ചെയർമാനും മെമ്പേഴ്സും പിന്നെ എന്താ പറയാ ഒരു സെക്രട്ടറിയും ഒക്കെ ഉണ്ടായിരിക്കും. ചെയർമാൻ എന്ന് പറയുന്നത് മെഡിക്കൽ സൂപ്രണ്ട് ആയിരിക്കും. എല്ലാ HODസും അതിലെ മെമ്പേഴ്സ് ആയിരിക്കും. നഴ്സിംഗ് സൂപ്രണ്ട് അതിലെ മെമ്പർ ആയിരിക്കും. ചീഫ് ഫാർമസിസ്റ്റ്, അതായത് നമ്മൾ പറഞ്ഞ ഫ്ലോ ചാർട്ടിലെ ചീഫ് ഫാർമസിസ്റ്റ് ഇതിനകത്തെ സെക്രട്ടറി ആയിരിക്കും, മെമ്പർ സെക്രട്ടറി ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെന്തൊക്കെയാണ് ഫാർമസിയുടെ ഫങ്ഷൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് ഹോസ്പിറ്റലിലെ മെഡിസിൻസിന്റെ ഒരു ഡ്രഗ് ലിസ്റ്റ്, ഡ്രഗിനെ കുറിച്ചിട്ടുള്ള, അതായത് അവിടെയുള്ള മെഡിസിൻസിന്റെ ഒരു ലിസ്റ്റ്, അതിനെ കുറിച്ച് ചില ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ വായിച്ചു. പിന്നെ എങ്ങനെയൊക്കെയാണ് അവിടെ വാങ്ങി വെച്ചിരിക്കുന്ന ഡ്രഗ്സ്, ഏതൊക്കെ രീതിയിലാണത് സൂക്ഷിക്കേണ്ടതും അത് വാങ്ങിക്കേണ്ടതും, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്ത് വെയ് ചെയ്ത് അതിന് തൂക്കം നോക്കി അതിന്റെ ക്വാണ്ടിറ്റി, എക്സ്പയറി ഡേറ്റ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചിട്ട് വേണം അത് സ്റ്റോർ ചെയ്യാനായിട്ട്. ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ലാബ് ടെസ്റ്റിന് ശേഷം മാത്രമാണ് അത് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ EOQ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ടേം നമ്മൾ പഠിച്ചു. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ ഇരിക്കുന്ന മെഡിസിൻസിന്റെ സ്റ്റോക്ക് വളരെയധികം ഡേഞ്ചർ ലെവലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അഡീഷണൽ കോസ്റ്റുകളെ, ടോട്ടൽ കോസ്റ്റുകളെ ഒരു പരിധി വരെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഉള്ള ഇൻവെന്ററിയുടെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന യൂണിറ്റിനെയാണ്, ക്വാണ്ടിറ്റിയാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ എന്ന് അറിയപ്പെടുന്നത്. അത് പറഞ്ഞു. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള റെക്കോർഡുകളും രജിസ്റ്റേഴ്സും ആണ് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ പറഞ്ഞപ്പോ അതിനകത്ത് കീപ്പ് ചെയ്യുന്ന ഈ റെക്കോർഡ്സിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡായിരുന്നു ബിൻ കാർഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ബിൻ കാർഡ് എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. അതിന്റെ ഒരു സ്പെസിമെൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് അക്കോർഡിംഗ് ടു ദ സ്റ്റോറേജിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യണം ഓരോ മെഡിസിൻസും എന്നതിന്റെ അടിസ്ഥാനത്തിൽ മെഡിസിൻസിനെ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. വിച്ച് ഈസ് ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇൻഫ്ലമബിൾ ഡ്രഗ്സ് ആൻഡ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. ഇവിടെ വരെയാണ് നമ്മൾ എടുത്തത്. ആണോ? വരെ എടുത്തതാണ് എന്റെ ഓർമ്മ.
പല പല ക്ലാസ് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റാൻ വേണ്ടി നിങ്ങൾ പറയണോട്ടാ. അതെ, ഓക്കെ. നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത് നമ്മളിവിടെ വരികയാണ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്. ഏത്? അക്കോർഡിംഗ് ടു ദ സ്റ്റോറേജ് ഫംഗ്ഷനിങ്ങിന്റെ ആ ഒരു അടിസ്ഥാനത്തില് നമ്മൾ മെഡിസിൻസിനെ അല്ലെങ്കിൽ ഡ്രഗ്സിനെ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 4 4ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ജനറൽ ഡ്രഗ്സ്, മറ്റൊന്ന് നാർക്കോട്ടിക് ഡ്രഗ്സ്, മറ്റൊന്ന് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആൻഡ് ഫോർത്ത് വൺ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. അപ്പൊ ഇത് ഓരോന്നും ഇനി എന്താണ്, എങ്ങനെയാണ് ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എവിടെയൊക്കെ സൂക്ഷിക്കണം, എങ്ങനെയൊക്കെ സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ജനറൽ ഡ്രഗ്സ്. ജനറൽ ഡ്രഗ്സ് എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഇല്ലേ, അതാണ്. ഇത് സാധാരണ വലിയ എന്താ പറയാ ഇങ്ങനെ നമുക്ക് ഈ എന്താ പറയാ സ്റ്റോറേജ് ഫ്രീസിങ്ങിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ഉപയോഗിക്കേണ്ടതായി അല്ലാത്ത ഡ്രഗ്സ് ആണ്. ഇത് സാധാ മെഡിസിൻസ് ഉണ്ടല്ലോ നമ്മുടെ ഹോസ്പിറ്റലിൽ അവരുടെ റാക്സിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മെഡിസിൻസ് ആണ്. അത്തരം മെഡിസിൻസിനെയാണ് നമ്മൾ ജനറൽ ഡ്രഗ്സ് എന്ന് വിളിക്കുക. അപ്പൊ അത്തരം മെഡിസിൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വി ഷുഡ് കീപ് ഇൻ മൈൻഡ്, അല്ലെങ്കിൽ നമ്മളല്ല ഫാർമസിസ്റ്റുകൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. ഒന്ന്, ഡ്രഗ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. ആൽഫബറ്റിക് ഓർഡറിൽ വേണം ക്യാബിനറ്റ്സിൽ സൂക്ഷിക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും, അപ്പൊ ആൽഫബറ്റിക് ഓർഡറിൽ സൂക്ഷിച്ചാൽ ഒരു പരിധി വരെ അവർക്ക് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന മെഡിസിൻസിനെ എല്ലാം ഡിസ്റ്റർബ് ചെയ്യാതെ അവർക്ക് എടുക്കാൻ പറ്റും അല്ലെ. നമ്മളിപ്പോ ചില മെഡിക്കൽ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ, എല്ലാ മെഡിക്കൽ ഷോപ്പിലും ചെല്ലുമ്പോൾ ഹോസ്പിറ്റൽസിലെ ആയാലും അവർ ഒരു മെഡിസിൻ എന്റെ പേര് വായിച്ചിട്ട് എളുപ്പം തന്നെ അവര് ആ ഒരു ലൊക്കേഷനെ എന്താ പറയാ ആ ഒരു സൈറ്റ് ഏതാണെന്ന് വിചാരിച്ചിട്ട് അവർ അങ്ങോട്ടേക്കാ പോവുക. അല്ലെങ്കിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല അല്ലെ. സ്വാഭാവികമായിട്ടും നാച്ചുറലി അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചെയ്യുക. സാധാരണ ഗതിയിലാണെങ്കിൽ ആ ഒരു ലക്ഷ്യം അവർക്കുണ്ട്. ഇന്ന ആൽഫബറ്റിക് ഓർഡറിലോ അല്ലെങ്കിൽ കോഡിംഗ് സിസ്റ്റത്തിലോ ഒക്കെ അവരിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്കറിയാം അവരുടെ ആ സ്റ്റോറേജ് ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ അവരെങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി ഇവിടെ പറയുന്നത് ഇതാണ്, ഇത്തരം ജനറൽ ഡ്രഗ്സ് നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഓർഡേർഡ് അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി നമ്പേർഡ് ആൽഫബറ്റിക്കലി. ആൽഫബറ്റിക്കൽ നമ്പർ അനുസരിച്ച് ആൽഫബറ്റ്സിന്റെ ഓർഡർ അനുസരിച്ച് വേണം അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട്. പിന്നെ ബിൻ കാർഡ് ഡെപ്പിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ സ്റ്റോക്ക് ഒക്കെ കീപ്പ് ചെയ്യുമ്പോൾ അതിന് എന്തായാലും ബിൻ കാർഡ് വേണം ഓരോ യൂണിറ്റിലും. അപ്പൊ അതായത് ഇപ്പൊ ഒരു മെഡിസിൻ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെഡിസിൻ എ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ആണെന്ന് വിചാരിക്കാം. അതിനകത്ത് അത് എത്ര എണ്ണം ഉണ്ട്, എത്ര യൂണിറ്റ് നമ്മൾ റിസീവ് ചെയ്തു, എത്ര എണ്ണം അതിൽ നിന്ന് എടുത്ത് ഇഷ്യൂ ചെയ്തു, നൗ വാട്ട് ഈസ് ദ ബാലൻസ്, എത്ര എണ്ണം ഇനി ബാക്കിയുണ്ട്. അപ്പൊ ഓരോ മെഡിസിൻസിനും ഒരു ബിൻ കാർഡുകൾ വീതം അവർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് സ്റ്റോക്ക് എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും അല്ലെ. അപ്ഡേറ്റ് ചെയ്ത് അവരുടെ സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ, ഇപ്പൊ ഇത് അവൈലബിൾ ആണോ, ഈ ഒരു മെഡിസിൻ അവൈലബിൾ ആണോ, അത് എന്താ പറയാ അവൈലബിൾ അല്ലാത്ത സ്ഥിതിയിലേക്ക് പോകാൻ പാടില്ല. കാരണം തീർച്ചയായും എല്ലാ മെഡിസിൻസും ആ ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ടുള്ള അവിടെ ഉള്ള ഡിപ്പാർട്ട്മെന്റുകളെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ മെഡിസിൻസും അവിടെ സ്റ്റോർ ചെയ്യണം നിർബന്ധമാണ്. അത് ബിലോ സ്റ്റോക്ക് ലെവലിൽ പോകാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ എന്താ പറയാ ഡേഞ്ചർ ലെവലിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ അടുത്തത് ഓർഡർ ചെയ്യണം. അതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പൊ നമ്മുടെ ഉള്ള ഇൻവെന്ററിയോടൊപ്പം സ്റ്റോക്കിനോടൊപ്പം നമ്മുടെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്താൽ നമുക്ക് പല ചെലവുകൾ, അധികമാകാവുന്ന പല ചെലവുകളെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ, റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ മെഡിസിൻസിനും ബിൻ കാർഡുകൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഡെപ്പിക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോക്ക് പൊസിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ബിൻ കാർഡ് സൂക്ഷിക്കണേ. ഇപ്പൊ എത്ര എണ്ണം ആ ഒരു പർട്ടിക്കുലർ മെഡിസിൻ ബാക്കിയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മൾ ഒത്തിരി സാധനങ്ങൾ നമ്മുടെ കിച്ചണിന്റെ റാക്സിൽ കൊണ്ട് നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അവിടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊന്നും ആരും എന്തായാലും കിച്ചൺ വർക്കുകൾ ഇതുവരെയൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ടിന്ന് ഇതിനകത്ത് എത്രയുണ്ട്, ചില്ലി പൗഡർ എത്രയുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ടീ പൗഡർ എത്രയുണ്ട്, ഷുഗർ എത്രയുണ്ട്, നമുക്ക് ഒരു ഏകദേശം ഇപ്പോൾ എല്ലാ ദിവസവും എടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ലെവൽ എത്തുമ്പോൾ നമ്മൾ അടുത്തത് വാങ്ങാനായിട്ട് ശ്രമിക്കും. അത് തീരെ ഇല്ലാണ്ടായി പത്രം പോലെ കമഴ്ത്തി എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു കാര്യം പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോകും അല്ലെ. അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ മെഡിസിൻസ് ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു വീട്ടിലെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ മെഡിസിൻസ് ഇങ്ങനെ ഒറ്റ യൂണിറ്റ് പോലും ഇല്ലാതെ മൊത്തത്തിൽ അങ്ങോട്ട് എന്താ പറയാ ഇല്ലാതാകുന്ന എക്സോസ്റ്റഡ് ആകുന്ന രീതിയിൽ ആകരുതെന്നാ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഓർഡർ, ഈ സ്റ്റോക്ക് ലെവല്, സ്റ്റോക്ക് പൊസിഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പിൻ കാർഡുകൾ സൂക്ഷിക്കുക എന്ന് പറയണം. മനസ്സിലാകുന്നുണ്ടോ അശ്വിനിയ പറഞ്ഞ? മനസ്സിലാവും. ഓക്കെ. അപ്പൊ ബിൻ കാർഡ് എന്തായാലും ജനറൽ ഡ്രഗ്സിന്റെ ബിൻ കാർഡുകൾ എന്തായാലും വേണം. അപ്പൊ ഓരോ മെഡിസിൻസും എത്ര എണ്ണം ബാക്കിയുണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ഷോർട്ട് എക്സ്പയറി അറേഞ്ച് ചെയ്യുന്നത് നമ്മള് എന്താ പറയാ ഏറ്റവും മുമ്പിൽ, അതായത് ലോങ് ടേം, അത് കൂടുതൽ കാലം എക്സ്പയറി ഡേറ്റ് ഉള്ള
ഇപ്പൊ 6 months യൂസ് ചെയ്യുന്നുണ്ടാകും, 1 monthനുള്ളിൽ യൂസ് ചെയ്യുന്നുണ്ടാകും, 2 monthsനുള്ളിൽ, അങ്ങനെ 1 year അതിന്റെ അപ്പുറമൊക്കെ 2 വർഷമൊക്കെ എക്സ്പയറി ടൈം ഉള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഷോർട്ട് എന്താ പറയാ എക്സ്പയറി ടൈം മുതൽ ലോങ് എക്സ്പയറി ടൈം വരെയുള്ള മെഡിസിൻസ് ആണ് കൃത്യമായിട്ട് ആ ഒരു ഓർഡറിൽ നമ്മൾ ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ ഇപ്പൊ ലൈനൊക്കെ നിർത്തുമ്പോൾ, കുട്ടികളൊക്കെ ലൈൻ നിർത്തുമ്പോൾ ഏറ്റവും ചെറിയ പൊക്കം കുറഞ്ഞ ആളെയാണ് ഫ്രണ്ടിൽ നിർത്തുക അല്ലെ, ഏറ്റവും പൊക്കമുള്ള ആളെ കൊണ്ട് മുമ്പിൽ നിർത്തുമോ? ഇല്ല. കാരണം എന്നാലും നമുക്ക് ആ വ്യൂ കിട്ടുള്ളൂ, എല്ലാവരെയും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ മെഡിസിൻസ് സ്റ്റോർ ചെയ്യുമ്പോൾ ഷോർട്ട് എക്സ്പയറി ടൈം തുടങ്ങിയുള്ളതിനെ അവിടെ നിന്ന് അങ്ങനെ ബാക്കിലേക്ക് ലോങ് വരെയുള്ള ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് തന്നെ വെക്കണം. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കണം ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ എക്സ്പയറി ടൈം വരെയുള്ളത് വരേണ്ടത്. പിന്നെ നമ്മൾ അതിൽ നിന്നും മെഡിസിൻസ് എടുത്ത് ആളുകൾക്ക് കൊടുക്കുമ്പോൾ, പേഷ്യൻസിന് കൊടുക്കുമ്പോൾ ഫിഫോ പ്രൊസീജിയർ ഷുഡ് ബി ഫോളോഡ്. ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. നമ്മൾ ആദ്യം കൊണ്ടുവന്ന് വെച്ച് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെഡിസിൻസ് വി ഷുഡ് ഹാവ് ഡിസ്പെൻസ്ഡ് ഫസ്റ്റ്. നമ്മൾ അതിൽ നിന്ന് എടുത്താണ് ആദ്യം ആളുകൾക്ക് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മെഡിസിൻസ് അല്ല. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന മെഡിസിൻസിന് എക്സ്പയറി പിന്നെയും കുറച്ചും കൂടി ഉണ്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൊസീജിയർ ഫോളോ ചെയ്താൽ ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെഡിസിൻസ് നമുക്ക് ആദ്യം എടുത്തു തീർക്കണം. നമ്മുടെ വീടുകളിലും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോ കമ്പയർ ചെയ്തൊരു എക്സാമ്പിൾ പോലെ എപ്പോഴും നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിനാണ് ടീച്ചർ എന്ന് വിചാരിക്കും. അതൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് നോട്ട് പ്രസന്റ് ചെയ്തത് അല്ലെ. ഓക്കെ. അപ്പൊ അതിന് വേണ്ടി ഇപ്പൊ നമ്മുടെ വീടുകളിലായാലും നമ്മൾ ഇതുപോലെ പല സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. അപ്പൊ ഒരു സംഭവം സ്റ്റോർ ചെയ്ത് വെച്ചു, അത് ഏകദേശം തീരാറാകുന്ന ഒരു ലെവൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡേഞ്ചർ ലെവൽ എത്തുമ്പോൾ നമ്മൾ പോകുന്നത് ഇനി വാങ്ങിച്ചു വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇനി ഒരു പ്രാവശ്യത്തേക്കോ അല്ലെങ്കിൽ 2 പ്രാവശ്യത്തേക്കോ ഉപയോഗിക്കാനുള്ളൂ. ഇനി നമ്മൾ ചിലപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്കിലാണ് നമ്മൾ ഇനി ഷോപ്പിങ്ങിനൊക്കെ പോണേ. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഡ്യൂറേഷനിൽ ചിലപ്പോൾ നമുക്ക് തീർന്നു പോകുന്ന അവസ്ഥ വന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അടുത്തത് പോയിട്ട് വേഗം പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ അത് പോയിട്ട് അല്ലെങ്കിൽ പുറത്ത് പോയി അതിനുവേണ്ടി പോയി നമ്മൾ അത് വാങ്ങിച്ചു കൊടുത്ത് സ്റ്റോക്ക് ചെയ്യും. പെട്ടെന്നൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഒരു അതിഥിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെ, ചൂടാണ് ഭയങ്കര, വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ ചായ കൊടുക്കാനോ ഒക്കെ നമ്മൾ ചിലപ്പോൾ പഞ്ചസാരയൊക്കെ അറ്റത്ത് ഇടുന്നു നമ്മുടെ വീട്ടിലുള്ളവർക്ക് അല്ലെ. അപ്പൊ 2 ദിവസമൊക്കെ എന്താ പറയാ ഉള്ളതുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് പെട്ടെന്നാണെങ്കിൽ ഇതുപോലെ ഗസ്റ്റുകൾ വരെ അത് പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന് മുമ്പേ തന്നെ അതുകൊണ്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യാം, ആ ഉള്ളത് അവിടെ നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ചെങ്കിലും ഉണ്ടല്ലോ, അത് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ന്യൂ വൺ നമ്മൾ എടുക്കുള്ളൂ. അതുപോലെ തന്നെയാണ് മെഡിസിൻസിന്റെ കാര്യത്തിൽ FIFO മെത്തേഡിനെയാണ് നമ്മൾ അതിനെ പറയുന്നത് FIFO. അതായത് എന്താ, FIFO ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. F ഫസ്റ്റ് ഇൻ, I ഫസ്റ്റ്, F വീണ്ടും ഔട്ട് O കേട്ടാ. ആ ഒരു രീതിയിലായിരിക്കണം മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് പേഷ്യൻസിന്. പിന്നെ ഡ്രഗ്സ് മസ്റ്റ് ബി യൂസ്ഡ് ബിഫോർ ദ എക്സ്പയറി ഡേറ്റ്. അതായത് എക്സ്പയറി ഡേറ്റിന് മുമ്പ് തന്നെ എന്തായാലും അവിടെയുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്ത് തീർത്തിരിക്കണം. എക്സ്പയറി ഡേറ്റ് ലാസ്റ്റ് വരെ നിൽക്കാൻ വേണ്ടി നോക്കരുത്. അതിന് മുമ്പ് തന്നെ ഉള്ള മെഡിസിൻസ് നേരത്തെ തന്നെ എക്സ്പയറി ഡേറ്റ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് ഷുഡ് ബി dispersed according to the rule of the hospital. ഹോസ്പിറ്റലിന്റെ നീതി നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ഏതെങ്കിലും മെഡിസിൻസ് ഒക്കെ എക്സ്പയറി ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ നിന്നെടുത്ത് മാറ്റിക്കളയേണ്ടതാണ്. ഡിസ്പോസ് ചെയ്യണം. മാറ്റിക്കളയാന്ന് പറഞ്ഞ് ഇവിടെ നിന്നെടുത്ത് മാറ്റി അപ്പുറത്ത് വേറെ ആർക്കെങ്കിലും അവർക്ക് എന്തായാലും കാശില്ലാതെ വരുന്നവരാണ്, അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ തീർച്ചയായിട്ടും കൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ഹോസ്പിറ്റലിന്റെ എത്തിക്സിനും റൂൾസിനും എഗെയിൻസ്റ്റ് ആണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാർംഫുൾ ടു ദ പേഷ്യൻസ്. പേഷ്യൻസിന് കാശ് ഒന്നും അധികം വാങ്ങിക്കാതെ ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ വരുന്നവർക്കൊക്കെ അധികം പൈസ കൊടുക്കാണ്ടാണല്ലോ നമ്മൾ അവിടെ ട്രീറ്റ്മെന്റിന് പോകണം. അപ്പൊ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമില്ല, അവർക്ക് പൈസ വാങ്ങിച്ചിട്ടില്ലല്ലോ, അപ്പൊ ഈ മരുന്ന് കൊടുത്താലും മതി, അങ്ങനെ പാടില്ല. അത്തരം മെഡിസിൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളും അതിന്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് ഒക്കെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് ചുറ്റും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമായിരിക്കും, ഒത്തിരി ഞങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത. അപ്പൊ അത്തരം ഇഷ്യൂസിലേക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മെഡിസിൻസ് ഷുഡ് ബി ഡിസ്പോസ്, അതൊക്കെ ഡിസ്പോസ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്, ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ക്യാബിനറ്റില് വിൻ കാർഡ് ടു ഷോ ദ സ്റ്റോക്ക് പൊസിഷൻ കാണിക്കാനുള്ള വിൻ കാർഡുകൾ ഉണ്ടായിരിക്കണം. എക്സ്പയറി ഡേറ്റ് ഷുഡ് ബി അറേഞ്ച്ഡ് ഫ്രം ദ ഫസ്റ്റ് ടു ദ ലാസ്റ്റ്. അതായത് മുമ്പിൽ നിന്ന് തുടങ്ങി ബാക്കിലേക്ക് വരെ തുടക്കം മുതലുള്ള, അതായത് ഏറ്റവും ഷോർട്ട് എക്സ്പയറി മുതൽ ലോങ് എക്സ്പയറി വരെയുള്ളത് അറേഞ്ച് ചെയ്യണം. അങ്ങനെ തന്നെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൊസീജിയർ ഷുഡ് ബി ഫോളോഡ് ബൈ വൈൽ ഡിസ്പെൻസിംഗ് ദ മെഡിസിൻസ്. മെഡിസിൻസ് കൊടുത്തു തീർക്കുമ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡുകൾ ഫോളോ
ചെയ്യണം. പിന്നെ the medicine should be used before the expiry date. Date of expiry മുമ്പ് തന്നെ മെഡിസിൻസ് യൂസ് ചെയ്തിരിക്കണം. എക്സ്പയറി ഡ്രഗ്സ് ഉണ്ടെങ്കിൽ, എക്സ്പയർഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ടെങ്കിൽ should be disposed according to the rule of the hospital. ഹോസ്പിറ്റലിന്റെ നിയമം അനുസരിച്ച് അത് ഡിസ്പോസ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ജനറൽ ഡ്രഗ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ. സെക്കൻഡ് വൺ, സ്റ്റോറേജിന്റെ ബേസിസിൽ ഡ്രഗ്സിനെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ഡ്രഗ്സിനെ രണ്ടാമതായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്നാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാലോ അല്ലെ, മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ മയക്കുമരുന്ന് എന്തിനാ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്നതാവും അല്ലെ? അത് എന്ന് പറയുന്നത് ചില സിറ്റുവേഷൻസിൽ പേഷ്യൻസിന് ചില സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്ന സമയത്ത് അവരെ കുറച്ച് അവരുടെ എന്താ പറയാ അൺകോൺഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ്. അപ്പൊ അത്തരം മെഡിസിൻസ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇറ്റ് ഷുഡ് ബി ഓർഗനൈസ്ഡ്. അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഈ സ്പെഷ്യൽ സ്ഥലങ്ങളിൽ അത്തരം മെഡിസിൻസ് ഓർഗനൈസ് ചെയ്ത് എന്താ പറയാ അതിന് പേരൊക്കെ കൊടുത്ത് വളരെ വൃത്തിയായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ എല്ലാ ജനറൽ ഡ്രഗ്സ് കീപ്പ് ചെയ്യുന്ന സ്ഥലത്തല്ല ഇത് കീപ്പ് ചെയ്യാം. ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അതിന് വേണ്ടിയിട്ട് കൊടുക്കണം. അതിന് നാർക്കോട്ടിക് ഡ്രഗ്സിന് ഒരു എക്സാമ്പിൾസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്, മറക്കണ്ട. അത് നന്നായി പഠിച്ചു വെക്കാം. വിചാരണ നാർക്കോട്ടിക് ഡ്രഗ്സ്. നാർക്കോട്ടിക് ഡ്രഗ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ മോർഫിൻ, പെത്തിനിൻ ആൻഡ് ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്ന 3 മെഡിസിൻസ് ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള മെഡിസിൻസ്, ആ 3 മെഡിസിന്റെ പേര് മറക്കണ്ട കേട്ടോ. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്. മോർഫിൻ, പെത്തിനിൻ ആൻഡ് ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്ന നാർക്കോട്ടിക് ഡ്രഗ്സ് ഷുഡ് ബി സ്പെഷ്യലി ഓർഗനൈസ്ഡ്. അതൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഇനി പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ, അതും എടുത്തുപയോഗിക്കുന്നതും അത് എത്ര ഉപയോഗിച്ചു, ഇനി ബാക്കി എത്ര ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക. ഓൾവേസ് ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. എപ്പോഴും അത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് ലോക്ക് ചെയ്ത ഒരു എന്താ പറയാ താക്കോലൊക്കെ ഇത് കൂട്ടി ലോക്ക് ചെയ്ത സിസ്റ്റത്തിൽ വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ സൂക്ഷിക്കാനായിട്ട് അത് സ്റ്റോർ ചെയ്യുമ്പോൾ. ഓക്കെ, അതാണ് നാർക്കോട്ടിക് ഡ്രഗ്സ്. അപ്പൊ മോർഫിൻ, എന്താ പറയാ പെത്തിനിൻ, മോർഫിൻ ആൻഡ് ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്ന നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ സ്പെഷ്യൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. പ്രീസൈസ് റെക്കോർഡിംഗ് ഓഫ് ദീസ് ഡ്രഗ്സ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. അതിന് വളരെ കൃത്യമായ രീതിയിൽ റെക്കോർഡിങ്സ് വേണം. എടുക്കുന്നത് എത്ര ഉണ്ടായിരുന്നു, അതിന്റെ ബാലൻസ് എത്ര എന്നുള്ളതൊക്കെ. പിന്നെ ഓൾവേസ് ഷുഡ് ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. ലോക്ക് ആൻഡ് കീയിൽ വേണം സൂക്ഷിക്കാനായിട്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ്. ഇൻഫ്ലേമബിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇൻഫ്ലേമബിൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് കേട്ടിട്ടുണ്ടോ? ഇൻഫ്ലേമബിൾ, ഈ പെട്രോളിയം വണ്ടിയൊക്കെ പെട്രോൾ ഒക്കെ കൊണ്ടുപോകുന്ന വലിയ ടാങ്കർ ലോറികൾ കണ്ടിട്ടില്ലേ? അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഇൻഫ്ലേമബിൾ? കണ്ടിട്ടില്ല അങ്ങനെ നിങ്ങള്? ടാങ്കർ ലോറികൾ വലിയ വെച്ചിട്ടുള്ള ലോറി പാസ് ചെയ്യുമ്പോ അതിന്റെ അതിന്മ എഴുതി വെച്ചിട്ടുണ്ടോ ഇൻഫ്ലേമബിൾ, സ്ഫോടനാത്മകമായതാണെന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ അത്തരം ഡ്രഗ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും വളരെ കെയറിങ്ങോട് കൂടി തന്നെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ലൈക്ക് അത്തരം ഇൻഫ്ലേമബിൾ ഡ്രഗ്സിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് സ്പിരിറ്റ്, ഗ്യാസ് ആൻഡ് കെമിക്കൽസ്. ഏതെങ്കിലും തരത്തിലുള്ള സ്പിരിറ്റ്, ഗ്യാസ്, മറ്റ് കെമിക്കൽസ് ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതിന്റെ മറ്റു ഡ്രഗ്സിന്റെ പോലാണ് മറ്റൊരു എൻക്ലോഷറിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അടച്ചുമൂടിയ സ്ഥലത്തായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ഇത്തരം അടച്ചുമൂടിയ സ്ഥലത്ത് സൂക്ഷിക്കുമ്പോൾ തുറന്നിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അത്തരം സാധനങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുമ്പോഴും സഫീഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഷുഡ് ബി ഡൺ. എന്ത് ചെയ്യണം, ആവശ്യത്തിന് വെന്റിലേഷൻസ് കൊടുത്തിരിക്കണം. എന്ന് വെച്ചാൽ ഗ്യാസ് ആണ്, പെട്ടെന്ന് അങ്ങനെ ചെറുതായിട്ട് ഏതെങ്കിലും ഒരു കെമിക്കൽസോ ഇതുപോലെയുള്ള ഗ്യാസസോ അല്ലെങ്കിൽ എന്താ പറയാ സ്പിരിറ്റ്സോ ഒക്കെ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഇതിങ്ങനെ അവിടെ തന്നെ തങ്ങി നിൽക്കാതിരിക്കാനായിട്ട് വെന്റിലേഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അതൊക്കെ പുറത്തേക്ക് തള്ളിപ്പോലെ. നമ്മുടെ വീടുകളിലൊക്കെ ഗ്യാസ് ഒക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഉള്ളൂ നമ്മുടെ വീടുകളിൽ. അത് നമ്മൾ രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞ് കിച്ചണൊക്കെ പൂട്ടിക്കഴിഞ്ഞ് പോരുന്ന സമയത്ത് എല്ലാവരും താഴെ ആ ഗ്യാസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു നോബ് ഉണ്ട് അല്ലെ, അതൊന്ന് താഴേക്ക് ആക്കി വെക്കും. എന്ന് വെച്ചാൽ അത് ക്ലോസ് ചെയ്ത് വെക്കും. ജനറലി എല്ലാവരും എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ അടുപ്പ്, അതായത് ഗ്യാസ് കത്തിക്കുന്ന അടുപ്പ് മാത്രം ഓഫ് ചെയ്തിട്ടാണ് പോരുക. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി സേഫ് എന്ന് പറയുന്നത് അതിന്റെ താഴെയുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ അതുപോലെ നോക്കുന്നുണ്ട്, അതിങ്ങനെ താഴോട്ടാക്കി വെക്കാം. അത് ഓപ്പൺ ആകുമ്പോഴാണ് ഗ്യാസ് പുറത്തേക്ക് ലീക്ക് വരാം. അത് നമ്മുടെ എവിടേക്ക് എത്തും, ഈ അടുപ്പിനകത്തേക്ക് എത്തുമല്ലോ അല്ലെ, നമ്മുടെ സ്റ്റൗവിലേക്ക് എത്തും. ഈ സ്റ്റൗവിലേക്ക് എത്തുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ സാധ്യത. അപ്പൊ ആ ലീക്കേജ് വരാതിരിക്കാൻ ഗ്യാസിനകത്ത് അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ആ നോബ് ക്ലോസ് ചെയ്ത് വെക്കാം.
ഇനി ബൈ ചാൻസ് നമ്മളിപ്പോ ഇതുപോലെയുള്ള സമയത്തൊക്കെ ചിലപ്പോ മറന്നുപോയി, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ചിലപ്പോ ഒരു ഗ്യാസിന്റെ സ്മെല്ലൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബെറ്റർ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഡോർസ് ആൻഡ് വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓടി ചെന്ന് ഗ്യാസ് കത്തിക്കുകയല്ല ചെയ്യുക അല്ലെ. കാരണം അത് ആ ഒരു ഗ്യാസിന്റെ ആ ഒരു ഫ്യൂംസ് ഒക്കെ അവിടെ നിറച്ചും വ്യാപിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇതുപോലെയുള്ള ലൈറ്റിങ്സ് ഒക്കെ എന്തെങ്കിലും എടുത്ത് ഉപയോഗിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ലൈറ്റ് ഇട്ടാൽ മതി, സ്വിച്ച് ഓൺ ചെയ്താലും മതി. അപ്പൊ ഒരു സ്പാർക്കിംഗ് ഒക്കെ ഒന്ന് പെട്ടെന്ന് വലിയ ഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്സ് നമ്മൾ ചെയ്യാറില്ലേ, അതുപോലെ ഹോസ്പിറ്റൽസിലാകുമ്പോഴോ ഇത്തരം വലിയ വലിയ ക്വാണ്ടിറ്റിയിലാണ് ഇത്തരം സ്പിരിറ്റ്സും ഗ്യാസസും കെമിക്കൽസും ഒക്കെ കൊണ്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യണം, പ്രോപ്പർ വെന്റിലേഷൻ ഫെസിലിറ്റീസും ഫയർ ഫൈറ്റിംഗ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തീ പിടിച്ചാൽ അതിനെ നമുക്ക് എങ്ങനെ എന്താ പറയാ, നമ്മൾ അതിനെ എങ്ങനെ കെടുത്തും അല്ലെ, അതിനെ പുഡ് ഡൗൺ ചെയ്യും എന്നുള്ള, തീ എങ്ങനെ കെടുത്തും എന്നുള്ളതിന് നമുക്ക് അതിനൊരു സൊല്യൂഷൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ്. ഹോസ്പിറ്റൽസിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫയർ ഫൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്യാസ് സിലിണ്ടർ പോലത്തെ ഫയർ ഫൈറ്റിംഗ് ഏരിയാസ് നമുക്ക് ഉണ്ടാവും എല്ലാ ഹോസ്പിറ്റൽസിലും ഒക്കെ ചെന്ന ചില മെയിൻ ഏരിയാസിലും. അപ്പൊ ഇതുപോലത്തെ ഇവിടുത്തെ പെട്ടെന്നുണ്ടായ ആ ഗ്യാസ് കൊണ്ടിട്ട് പെട്ടെന്ന് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യിക്കും. ആ ഗ്യാസിനെ എന്താ പറയാ പെട്ടെന്ന് പുഡ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പൊ അങ്ങനെ സൂക്ഷിക്കണം. പിന്നെ എക്സോസ്റ്റ് ഫാൻസ് ഫോർ എയർ ടു പാസേജ്, മാത്രമല്ല വെന്റിലേഷൻസും ഫയർ ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും എക്സോസ്റ്റ് ഫാൻസ് അത്തരം ഈ കെമിക്കൽസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്പിരിറ്റ്സും ഗ്യാസസും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന അത്തരം എൻക്ലോഷറിന്റെ ആ മുറിക്കകത്ത് ഉണ്ടായിരിക്കണം. എന്തിനായിരിക്കും എക്സോസ്റ്റ് ഫാൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസ് പോലെയുള്ളതൊക്കെ ഡിഫറെന്റ് എൻക്ലോഷറിൽ സൂക്ഷിക്കണം, പ്രത്യേക മുറിയിൽ സൂക്ഷിക്കണം, സഫീഷ്യന്റ് വെന്റിലേഷനും ഫയർ ഫൈറ്റിംഗും അറേഞ്ച്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം, എക്സോസ്റ്റ് ഫാൻസ് എയർ പാസേജിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയാണ്. ഇനി അടുത്തത് എന്താണ്? കോൾഡ് സ്റ്റോറേജ്. ഇനി കൂളിംഗിൽ സ്റ്റോർ ചെയ്യേണ്ട ചില മെഡിസിൻസ് ഉണ്ട് അല്ലെ, കൂളായിട്ട് സൂക്ഷിക്കേണ്ട ചില മെഡിസിൻസ് ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ആണ്. അത്തരം മെഡിസിൻസ് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. നോക്കുക, ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, പിന്നെ ലിവർ എക്സ്ട്രാക്ട്സ് ഒക്കെ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോൾഡ് ആയിട്ടുള്ള റൂമിൽ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ആ കോൾഡ് റൂമിന് ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ടെമ്പറേച്ചർ പാടുള്ളൂ. 15 to 20 ഡിഗ്രി, 15 ഡിഗ്രി ടു 20 ഡിഗ്രി സെൽഷ്യസിലുള്ള കോൾഡ് റൂമില്, കൂളിംഗ് ഉള്ള റൂമിലാണ് നമ്മൾ ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ് പോലെയുള്ള എന്താ പറയാ മെഡിസിൻസ് സൂക്ഷിക്കേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ റൂംസ് ഷുഡ് ബി എയർ കണ്ടീഷൻഡ്, AC ഉള്ള അതായത് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂംസ് ആയിരിക്കണം. അത് മാത്രമല്ല ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടെ ഉണ്ടായിരിക്കണം. എയർ കണ്ടീഷൻഡും ആയിരിക്കണം, ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ റിമോട്ട് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് എന്താ പറയാ ടെമ്പറേച്ചറിന്റെ ലെവല് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യണം. ആ ഒരു ഫെസിലിറ്റി, കൺട്രോളിംഗ് ഫെസിലിറ്റി കൂടി ഉണ്ടായിരിക്കണം. പിന്നെ ഡ്രഗ്സ് ലൈക്ക് വാക്സിൻസ്, സെറ, ഹോർമോൺസ്, അതായത് നമ്മളുടെ എമർജൻസിയിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മരുന്നുകളൊക്കെ ഉണ്ട്, അതാണ് സെറ എന്ന് പറഞ്ഞ, പിന്നെ വാക്സിൻസ്, പിന്നെ ഹോർമോണുകളൊക്കെ, അതൊക്കെ 2 ഡിഗ്രി ടു 8 ഡിഗ്രി സെൽഷ്യസിലാണ്. ഡീപ്പ് ടെമ്പറേച്ചറാണ് അതിന് വേണ്ടത്, ഡീപ്പ് ഫ്രീസിംഗ് ആണ് അതിന് വേണ്ടത് കേട്ടാ. ഡീപ്പ് ഫ്രീസിംഗ് ആയിട്ടുള്ള 2 ഡിഗ്രി മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള എന്താ പറയാ ആ ഒരു ഇതിലാണ്, കൂളിംഗ് സിസ്റ്റത്തിലാണ് ഉപയോഗിക്കേണ്ടത് വാക്സിൻസും സെറായി, പിന്നെ എന്താണ് ഹോർമോണുകൾ, അത് അങ്ങനെയുള്ളതാണ്. അപ്പൊ ആന്റിബയോട്ടിക്സും വൈറ്റമിൻസും ലിവർ എക്സ്ട്രാക്ട്സും സൂക്ഷിക്കേണ്ടത് 15 ഡിഗ്രി ടു 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ള കൂളിംഗ് സിസ്റ്റത്തിലാണ്. മറ്റേത് ഏതാണ്? വൈറ്റമിൻ, വാക്സിൻസ്, സെറ, പിന്നെ ഹോർമോൺസ് ഒക്കെ 2 ഡിഗ്രി സെൽഷ്യസ് ടു 8 ഡിഗ്രി. ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടാ ഇതിന്റെ ഫ്രീസിംഗിന്റെ. പിന്നെ ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. മാത്രമല്ല ടെമ്പറേച്ചർ എക്സിബിറ്റ് ചെയ്യുന്ന, ചിലപ്പോൾ അവിടെ കാണിക്കും ഇത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡയലിംഗ് ടെമ്പറേച്ചർ സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുള്ളത് ആ ടെമ്പറേച്ചറിന്റെ ലെവല് കാണിക്കുന്നത് ഉണ്ടെങ്കിൽ അത് മാത്രമല്ല അത് ചാർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ടെമ്പറേച്ചർ ചാർട്ട് ചെയ്യാനായിട്ട് ഉപകരിക്കും. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഓരോ പർട്ടിക്കുലർ സമയത്തുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം അതിന് വേണ്ടിയിട്ടുണ്ടായിരിക്കണം. അതാണ് കോൾഡ് സ്റ്റോറേജ് സിസ്റ്റത്തിൽ സൂക്ഷിക്കുന്ന മെഡിസിൻസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ 4 രീതിയിലും 4 മെഡിസിൻസും 4 രീതിയിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്ന രീതിയിലല്ല, ഇൻഫ്ലേമബിളും അതുപോലെ തന്നെ നാർക്കോട്ടിക്സും അതുപോലെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സും സൂക്ഷിക്കേണ്ടത്. എല്ലാത്തിനും പ്രത്യേകം അവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം രീതിയിലാണ് ഇതെല്ലാം തന്നെ സ്റ്റോർ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഈ 4 എണ്ണം
ജനറൽ മെഡിസിൻസ്, നാർക്കോട്ടിക് മെഡിസിൻസ്, ഇൻഫ്ലേമബിൾ, കോൾഡ് സ്റ്റോറേജ്, എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഓക്കെ, ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ അത്രയും വരെ. നോട്ട് കയ്യിലുണ്ടോ? നോട്ടുണ്ടോ കയ്യില്? ആ 4 ഡ്രഗ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കാം കേട്ടാ. കഴിഞ്ഞിട്ട് അടുത്തത്. കഴിഞ്ഞോ വായിച്ച്? ഓക്കെ, ഇനി എങ്ങനെയാണ് അവിടുത്തെ മെഡിക്കേഷൻ പ്രൊസീജിയേഴ്സ്, അതായത് മരുന്ന് കൊടുക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്കറിയാം. ഫാർമസിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഫാർമസിയിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഫാർമസിയുടെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് ഫാർമസിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഫാർമസിയിൽ എന്താ പറയുക, ഏതൊക്കെ രീതിയിലുള്ള മെഡിസിൻസ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് ഓരോന്നും ഏത് അവസ്ഥയിലാണ്, എങ്ങനെയൊക്കെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഇനി എങ്ങനെയാണ് മെഡിക്കേഷൻ പ്രൊസീജിയർ, അതായത് മരുന്ന് കൊടുക്കുന്ന രീതിയിൽ, അങ്ങനെയാണ് മരുന്ന് കൊടുക്കുന്ന രീതി, അതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. അപ്പൊ IPD, അതായത് ഇൻപേഷ്യന്റ് തന്നെ ആയിക്കോട്ടെ, അതുപോലെ ഔട്ട് പേഷ്യൻസിന് ആയിക്കോട്ടെ, മെഡിക്കേഷൻസ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നോക്കാം, ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻ. നമുക്കറിയാലോ, ഫാർമസിയിലേക്ക് വരുന്ന മരുന്നിന്റെ ലിസ്റ്റ്, അതായത് മരുന്നുകൾ കൊടുക്കാനുള്ള ലിസ്റ്റ് ആരാ എഴുതുന്നത്? അത് ആരാ എഴുതാ? നമ്മളിപ്പോ ഡോക്ടേഴ്സ് ആണ് അല്ലെ. നമ്മള് രോഗവുമായിട്ട് ഹോസ്പിറ്റൽസിലേക്ക് ചെല്ലുന്നു, ചീട്ട് എടുക്കുന്നു, നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ടേൺ ആകുന്ന സമയത്ത് നമ്മൾ അകത്തേക്ക് കയറുന്നു, ഡോക്ടേഴ്സിനോട് നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് ചില കാര്യങ്ങളിൽ ഒരു എന്താ പറയാ, അവർക്കൊരു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അവര് എന്ത് ചെയ്യും, മരുന്നുകൾ എഴുതും അല്ലെ. നമ്മളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് മരുന്ന് എഴുതുക. അതിനെയാണ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഡോക്ടേഴ്സ് ആണ് പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നത്. എന്ത് മരുന്ന് കഴിക്കണം, എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത്, എത്ര തവണ കൊടുക്കണം, ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം മരുന്ന് കഴിക്കണം, എത്ര ദിവസം കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഫോളോ അപ്പിന് വേണ്ടി വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിശദമായിട്ട് നമുക്ക് ഡോക്ടേഴ്സ് ആണ് അവരുടെ നമ്മളുടെ ഒരു എന്താ പറയാ, ഇത് നമ്മളുടെ ഒരു ഫോം അവിടെ ചെന്നിട്ടുണ്ടായിരിക്കില്ലേ, നമ്മളെ കുറിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുള്ളത്. അപ്പൊ നമ്മുടെ കേസ് ഷീറ്റിനകത്ത് ഇതെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യും. ഇനി നേഴ്സസ് എന്ത് ചെയ്യുന്നറിയാമോ? നമുക്കറിയാം, ഈ ഡോക്ടേഴ്സ് എഴുതുന്നത് എളുപ്പം ചിലപ്പോഴൊക്കെ നമുക്ക് വായിക്കാൻ പറ്റാത്തത്. ചില ഡോക്ടേഴ്സ് എഴുതി ഒട്ടും തന്നെ വായിക്കാൻ പറ്റാത്തതോ? നിങ്ങൾ കിട്ടുന്ന ചീറ്റിലല്ല, ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ തരുമല്ലോ, ഡോക്ടർ നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടില്ല. നമുക്കറിയാം, നമ്മൾ നോക്കി കഴിയുമ്പോൾ വേഗം തന്നെ അവിടെ മറ്റേ മണിയടിക്കും, അവിടെ നഴ്സ് വരും, ആ നഴ്സിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും ഈ കേസ് ഷീറ്റ്. അതേസമയം ചിലപ്പോൾ അപ്പൊ നമുക്ക് എങ്കിലും നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഡോക്ടർ എഴുതിക്കൊണ്ടേയിരിക്കുന്നത് കാണാം അല്ലെ. ഇങ്ങനെ ആദ്യത്തെ അക്ഷരം ചിലപ്പോൾ മനസ്സിലാകും, പിന്നത്തെ ഓരോ അക്ഷരവും നമുക്ക് ക്ലിയർ ആകില്ല. എന്തായിരുന്നേലും എത്ര ആളുകളായാലും അവരുടേതായ സ്റ്റൈലിലാണ് ഇത്. അതായത് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻസ് cannot be understood by a layman. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷെ the nurses transcribe the prescription by electronic machines into HIS, hospital information system അനുസരിച്ച്, ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം അനുസരിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് നഴ്സസ് എന്ത് ചെയ്യും,
ഒരു ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടല്ലോ, അവിടെ കമ്പ്യൂട്ടർ, അതിന്റെ സഹായത്തോടെ ഈ എഴുതിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷനെ ട്രാൻസ്ക്രൈബ് ചെയ്യും, എന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റ് ചെയ്യും, മാറ്റും അവരുടെ സാധാരണ രീതിയിലുള്ള അക്ഷരത്തിലേക്ക്. നമ്മളിലേക്ക് തന്നിരിക്കുന്ന മരുന്നിന്റെ അല്ലെങ്കിൽ ബോട്ടില് ഒക്കെ ആണെങ്കിലും അതിനകത്ത് എഴുതിയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും അല്ലെ. കൂട്ടി വായിക്കാൻ ചിലപ്പോൾ നമുക്ക് അറിയില്ലെങ്കിലും സ്പെല്ലിംഗ് നമുക്ക് വ്യക്തതയുണ്ട്. പക്ഷെ ഡോക്ടേഴ്സ് വ്യക്തതയില്ല. അവർ ചിലപ്പോൾ ആദ്യത്തെ അക്ഷരം എം എഴുതി, ലാസ്റ്റത്തെ അക്ഷരം ചിലപ്പോൾ Z എന്ന് എഴുതി. ഓക്കെ, നമ്മൾ എമ്മും ഇസഡും അവസാനത്തെ ആദ്യത്തെ അക്ഷരം മാത്രം നോക്കിയിട്ട് നമുക്ക് ഏത് മരുന്നാണെന്ന് അറിയാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിക് മെഷീൻ നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ആ ഒരു സിസ്റ്റത്തിൽ ഉള്ള ഒരു ഇതാണ്. അത് വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഈ പ്രിസ്ക്രിപ്ഷനെ അവർ ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ ട്രാൻസ്ക്രൈബ് ചെയ്ത് അവരുടേതായ രീതിയിലേക്ക് ഭാഷയിലേക്ക് അത് മാറ്റും. ഇനി ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഈ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ത് ചെയ്യും അറിയാമോ? യൂസിങ് ദിസ് ഇലക്ട്രോണിക് മെഷീൻ, ഈ ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ എന്ത് ചെയ്യും, ട്രാൻസ്ക്രൈബ്സ് ദ ആ ഒരു സെന്റൻസിൽ ഒരു ചെറിയ തെറ്റുണ്ട് കേട്ടോ, അതൊന്ന് തിരുത്തി എഴുതണം. ആ ഒരു സെന്റൻസിലെ രണ്ടാമത്തെ പോയിന്റ്, ആ ഒരു പോയിന്റ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം, എന്നിട്ട് നിങ്ങളൊന്ന് തിരുത്തിയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞുതരാം ആൻസർ കേട്ടോ. അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ, അവിടെ വരെ കറക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസിൽ ചെറിയ മാറ്റമുണ്ട്, തെറ്റിപ്പോയതാ. ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ ഒന്ന് തിരുത്താമോ? നിങ്ങളുടെ നോട്ടിലൊന്ന് തിരുത്തണം. രണ്ടാമത്തെ പോയിന്റ് ആണ് അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ. ഈ ഫാർമസി ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഈ ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ, അവിടെ വരെ വളരെ കറക്റ്റ് ആണ്. അത് കഴിഞ്ഞ് വെച്ചേക്കണ ഭാഗം മുഴുവൻ തെറ്റാ, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ ഇങ്ങനെ എഴുതാം, മെഷീൻ ട്രാൻസ്ക്രൈബ് the nurses electronic requisition for the medicine onto a printed medication order or sheet. Medication order or sheet എന്നാണ് ട്ടോ. medication order or sheet. ഇത്രയേ ഉള്ളൂ. ഫാർമസിയിലെ ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്, അതായത് ഫാർമസിയുടെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഈ ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നു, ഇതിനകത്തുള്ള ആ എഴുതിയിരിക്കുന്ന പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസിനെ ഒരു ശരിക്കുള്ള പ്രിന്റഡ് ഫോമിലേക്ക്, അതായത് നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മെഡിസിൻ ഓർഡർ ഫോമിലേക്ക് അല്ലെങ്കിൽ മെഡിസിൻ ഷീറ്റിനകത്തേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒരു പ്രിന്റഡ് ഫോമിലേക്ക് ആക്കി മാറ്റും. എന്നിട്ട് ആ പ്രിന്റഡ് ഫോമാണ് നമുക്ക് തരിക. മെഡിസിൻസിന്റെ പ്രിന്റ് ഇപ്പൊ ചിലപ്പോൾ നമുക്ക് മരുന്നുകളുടെ ആ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ കൗണ്ടറിൽ ഓരോ മെഡിസിൻസിന്റെയും ആ ഒരു ഇതൊക്കെ ചാർട്ട് ചെയ്ത് ചില ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മെഡിസിൻസിന്റെ വാല്യൂ അത് പ്രിന്റഡ് ഫോമിലേക്ക് നമുക്ക് അന്നേരം നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രിന്റഡ് ഫോമിലേക്ക് നമുക്ക് കിട്ടും. അത് ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്, ട്രാൻസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് എഴുതുന്നു, പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു, നഴ്സസ് അത് പ്രിസ്ക്രിപ്ഷൻ ഫോമിനെ നമുക്ക് റീഡബിൾ ഫോമിലേക്ക് ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ അത് പ്രിസ്ക്രിപ്ഷനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് അവർ എന്ത് ചെയ്യുന്നു, യൂസിങ് ദിസ് ഇലക്ട്രോണിക് മെഷീൻ ദേ ട്രാൻസ്ലേറ്റ് ഓർ ട്രാൻസ്ക്രൈബ്സ് ദ നഴ്സസ് റെക്വിസിഷൻ. ഈ ഒരു ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മരുന്നുകളുടെ ആവശ്യം എന്തൊക്കെയുണ്ട്, ഓരോ മരുന്നുകളെയും നഴ്സുമാർ അവർ പ്രിന്റഡ് ഫോമിലേക്ക് അല്ലെങ്കിൽ മെഡിക്കേഷന്റെ ഓരോ പ്രിന്റഡ് ഷീറ്റിലേക്ക് ആക്കി മാറ്റുന്നു. അതിനുശേഷം എന്ത് ചെയ്യും, അപ്പൊ ഈ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കാര്യങ്ങൾ നടക്കുന്നത്. മെഡിക്കേഷൻ പ്രൊസീജിയർ നടക്കുന്നതിന്റെ സ്റ്റെപ്പാണ്. ആദ്യം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും, അത് നഴ്സുമാരിലേക്ക് എത്തും, അവരത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. രണ്ടാമത്തേൽ എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതെന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് അത് അവര് നഴ്സസിന്റെ മെഡിക്കേഷൻ ഫോംസിന് ഇലക്ട്രോണിക് മെഷീന്റെ ഹെൽപ്പോട് കൂടി അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് റീഡബിൾ ഫോമിലേക്ക്, അതായത് ഒരു എന്താ പറയാ മെഡിക്കേഷൻ ഓർഡർ അല്ലെങ്കിൽ മെഡിക്കേഷൻ ഷീറ്റ് ആയിട്ട് നമുക്ക് പ്രിന്റഡ് ഫോമിലേക്ക് കിട്ടുന്നു.
ഇനി എന്ത് ചെയ്യും? ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ. ഡിസ്പെൻസ് ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ, രണ്ടുപേരുണ്ടാവില്ലേ? ആ ഡിസ്പെൻസേഴ്സ് അവരെയാണ്, അവര് ഫാർമസിസ്റ്റുകള്. അവര് ആ പറയുന്ന ആ ഒരു മെഡിക്കേഷൻ ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫോം നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ മരുന്നുകൾ അതിനനുസരിച്ച് ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഓർഡർ അനുസരിച്ച് മെഡിക്കേഷൻ ഓർഡർ, പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ നോക്കി മരുന്നുകൾ അതനുസരിച്ച് എടുത്ത് ഡിസ്പെൻസ് ചെയ്യുന്നു. അവരവിടുത്തെ ആ പ്രിന്റഡ് ഫോം നോക്കിയിട്ടാണ്, അല്ല ഡയറക്റ്റ് ഡോക്ടേഴ്സ് എഴുതിയ പ്രിസ്ക്രിപ്ഷൻ ഫോമിൽ നോക്കിയിട്ടല്ല അവർ മെഡിസിൻസ് തരുന്നത്. ചില ഡോക്ടേഴ്സ് വളരെ വൃത്തിയായിട്ട് നല്ല രീതിയിലൊക്കെ എഴുതും. അതേസമയം അങ്ങനെ ഇല്ലാത്തതാണ് ഇങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. അതിനുശേഷം അത് ഡിസ്പെൻസ് ചെയ്യുന്ന ആളുകളിലേക്ക് കൈമാറും. പ്രിന്റഡ് ഫോമിലാക്കിയതിനു ശേഷം പ്രിന്റഡ് ഫോമിന്റെ ഓർഡർ അനുസരിച്ച് മരുന്നുകൾ അവര് എന്ത് ചെയ്യുന്നു? എടുത്ത് ഡിസ്പെൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ദീസ് മെഡിസിൻസ്, അങ്ങനെ എടുക്കുന്ന മെഡിസിൻസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മെഡിക്കേഷൻ കാർട്ട്. ചെറിയ ചെറിയ എന്താ പറയാ, കുഞ്ഞു കുഞ്ഞു കവറുകളിലൊക്കെ ആക്കിയില്ലേ? പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ അനുസരിച്ച് ഇന്നത്തെ സമയത്ത് ഇത്ര നേരം, ഒരു ദിവസത്തിൽ ഇത്ര നേരം എന്നൊക്കെ ഉള്ള പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ആ ഓർഡർ അനുസരിച്ച് പ്രിന്റ് ചെയ്ത് അത് ചെറിയ ചെറിയ കാർട്ടുകളിലാക്കി വെക്കുന്നു, കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളിലാക്കി വെക്കുന്നു. ഫാർമസിസ്റ്റുകൾ എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ. ഇടയ്ക്ക് ഫാർമസിസ്റ്റുകൾ അത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യും. ഈ പ്രിന്റഡ് ഫോമിലെ മരുന്നുകൾ തന്നെയാണോ ഈ ചെറിയ ചെറിയ പാക്കറ്റുകളിൽ ആക്കിയിരിക്കുന്നതെന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് തരുന്നത്. ഇതൊക്കെ ശരിയാണോ? കാരണം മനുഷ്യന്മാരുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. തെറ്റി പോകാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഒരു തവണ കഴിക്കേണ്ട മരുന്ന് 3 പ്രാവശ്യമൊക്കെ എഴുതി വെച്ചാലും കേടാണ്, അല്ലെ? ചിലപ്പോൾ ഡോസ് കൂടിയതായിരിക്കും, നമ്മൾ കഴിക്കാറുണ്ട് അല്ലെ? എന്തായാലും അത് കഴിക്കാനുള്ളതാണ്. നാം 3 നേരം കഴിച്ചോട്ടെ, പക്ഷെ അത് 1 നേരം ഒന്നാണ് ഡോക്ടർ എഴുതിയേക്കണേ. നമ്മൾ എഴുതിയപ്പോ തെറ്റിപ്പോയി, അത് കുഴപ്പമില്ല. പക്ഷെ അതൊരു ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് പോകും. 1 നേരം കഴിക്കേണ്ട മരുന്ന് 1 നേരം തന്നെയാണ്. ഡോക്ടർ അതനുസരിച്ചിട്ടാണ് ഒരാളുടെ ഹെൽത്ത് മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ മരുന്നുകൾ തെറ്റിപ്പോകാൻ പാടില്ല. തെറ്റിപ്പോയാലും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ വരും, അല്ലെ? നമ്മൾ അന്നേരമൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലും പോകെ ചിലപ്പോൾ അതിൻ്റെതായ നെഗറ്റീവ് ഇഫക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ക്രോസ് ചെക്ക് ചെയ്തു, മെഡിക്കേഷൻസ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യുന്നു. ആഫ്റ്റർ വെരിഫൈങ് പ്രോപ്പർ ഡിസ്പെൻസിങ് ഫാർമസി ബാഗ് ഓൾ ദ മെഡിക്കേഷൻസ് ഇൻ ടു ദ ബാഗ്. പേഷ്യന്റിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പേഷ്യന്റ് വയസ്സിന്, അതായത് കുഞ്ഞു കുഞ്ഞു ബാഗിലേക്ക് ആക്കും. അതിന് ഓരോ പേഷ്യന്റിന് അവരുടെ ഓർഡർ അനുസരിച്ച് വിളിച്ച് വലിയ ബാഗിലേക്ക് ആക്കി അവർക്ക് ഓരോ കേസുകളാക്കി മാറ്റി എല്ലാവർക്കും അവർക്ക് പ്രോപ്പർ ആയിട്ട് ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നു? ലാബലിംഗ് ഈസ് ഓൾസോ ഡൺ. ഇനി ഈ മരുന്ന് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ലാബലിംഗ് എന്ന് വെച്ചാൽ ഇതിന്റെ മീതെ ആ പേഷ്യന്റിന് കൊടുക്കുന്ന ഓരോ മരുന്നുകളുടെ മുകളിൽ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ലേബൽ ചെയ്യുകയാണെങ്കിൽ ലേബലിംഗും അവർ നടത്തുന്നു. സബ്മിറ്റ്സ് ദ മെഡിക്കേഷൻസ് പേഷ്യന്റ് വൈസ് ടു ദ നഴ്സസ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോസ്. ഇനി മാത്രമല്ല, ഇൻപേഷ്യൻസിനൊക്കെ കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അവര് അവിടെ കിടക്കുന്ന പേഷ്യൻസിനുള്ളതാണെങ്കിൽ ആരാണോ ആ ഓരോ ഫ്ലോറിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സസ് അവരുടെ കയ്യിലേക്ക് ഈ പറയുന്ന മെഡിക്കേഷൻസ് ഓർഡർ അനുസരിച്ച് ആ നഴ്സിന്റെ കയ്യിലേക്കാണ് കൊടുക്കേണ്ടത്. വഴി പോണവരോടും വരുന്നവരോടും ഒക്കെ ഈ മെഡിസിൻ ഒന്ന് ആ വാർഡിൽ കൊടുത്തേക്ക് അല്ലെങ്കിൽ ഇന്ന പേഷ്യന്റിന് കൊടുത്തേക്കെന്നൊന്നും പറയാൻ പാടില്ല. ഏത് nurse ആണോ who is responsible for that particular floor, ആ പർട്ടിക്കുലർ ഫ്ലോറിൽ ഏത് nurse ആണോ ഓരോ nurse-നെ അപ്പൊ ഓരോ ഫ്ലോറിലും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഓരോ ദിവസവും. അപ്പൊ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ nurse ത്രൂ ആയിരിക്കും നടക്കുക. അപ്പൊ ആ അങ്ങനെ ഒരു nurse ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്കാണ് ഇൻപേഷ്യൻസിനുള്ള മെഡിസിൻസ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അവരായിരിക്കും കൊണ്ടുപോയി കൊടുക്കുക. ഇനി അവരെന്ത് ചെയ്യുന്നു? നഴ്സസ് റിസീവ് മെഡിസിൻ, അത് അവരുടെ ഫാർമസിയിൽ നിന്ന് ഇത്തരം മെഡിസിൻസ് വാങ്ങിച്ചിട്ട് ചെക്ക് ദ ക്വാണ്ടിറ്റി അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്. ആ ഇൻപേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിൻസ് എത്ര എണ്ണമൊക്കെ വീതമാണ് കൊടുക്കുന്നത്, ആ റിക്വയർഡ് ക്വാണ്ടിറ്റിനകത്ത് ഉണ്ടോ എന്ന് നോക്കി അവരത് വാങ്ങിച്ചിട്ടുണ്ടോ. അപ്പൊ ഇപ്പൊ 3 നേരം കൊടുക്കാനുണ്ടെങ്കിൽ 3 നേരം എഴുതിയുണ്ട്, പക്ഷെ ഇതിനകത്ത് 2 നേരം ഉള്ളു. അപ്പൊ അവരത് പറയണം ഫാർമസിയില് 3 ആണ് എഴുതിയത്, പക്ഷെ ഇതിന് 2 ഉള്ളല്ലോ. അവിടെ തന്നെ വെച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം അത് കൊണ്ടുപോകാനായിട്ട്, ഇൻപേഷ്യൻസിന് കൊടുക്കാനായിട്ട്. ക്ലിയർ ആവണ്ടോ പറയുന്നത്? ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഈ നടക്കുന്നത്. ഒരു മെഡിക്കേഷൻസ് എങ്ങനെയാണ് ആളുകൾക്ക് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാർമസിയിൽ നിന്ന് എന്നുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്നതാ. ആദ്യം പറഞ്ഞത് മുഴുവനും ഔട്ട് പേഷ്യൻസിന്റെ കാര്യങ്ങളാണ്. ഇനി പറഞ്ഞു ഇൻപേഷ്യൻസിനും മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യണമല്ലോ. അപ്പൊ അത് ആ ഓരോ ഫ്ലോറിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സിന്റെ കയ്യിലേക്ക് ആയിരിക്കും ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്യുന്നത്. അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സ് when they receive that medications അത്തരം മരുന്നുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ they have to check the quantity, അതിന്റെ എത്ര എണ്ണം ഉണ്ട്, അത് ആ ഒരു റിക്വയർമെന്റിനനുസരിച്ച് ആവശ്യം അനുസരിച്ചുള്ളതുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം കൊണ്ടുപോകാൻ. ഗീവ് ദ മെഡിക്കേഷൻസ് ടു ദ പേഷ്യൻസ്. അതിനുശേഷം അവരെന്ത് ചെയ്യും? ആ മെഡിസിൻ കൊണ്ടുപോയി അവിടെ കിടക്കുന്ന രോഗികളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ വെക്കുന്നു. അന്നേരം കൊടുക്കാനുള്ളതുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യും. ഇനി ചെക്ക് ബിഫോർ. ഇനിയും ഫാർമസിയിൽ ചെയ്യുന്ന മറ്റൊരു കാര്യം ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HIS. ഇനി ഈ പേഷ്യൻസ്
നമ്മളുടെ ഹോസ്പിറ്റൽസിൽ നിന്നും വിട്ടുപോകുന്ന സമയത്ത്, അതായത് എന്താ പറയാ, ഡിസ്ചാർജ് ചെയ്യില്ലേ, അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോ പേഷ്യൻസ് അവരുടെ എന്താ പറയാ ഈ കേസ് ഷീറ്റ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചിലപ്പോ സാധ്യതയുണ്ട്. അവര് അവിടെ കിടന്ന് എല്ലാവർക്കും കൊടുത്തൊന്നും വിടൊന്നുമില്ല. എന്നാൽ ചില ആളുകൾ ചിലപ്പോ എന്തെങ്കിലും കാരണവശാലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുത്തു വിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ബിഫോർ ഗിവിംഗ് ദാറ്റ്, അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ദേ ഹാവ് ടു മേക്ക് സം എന്താ പറയാ ചെക്കിങ്സ്. അവർ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, പേഷ്യന്റിന്റെ ID നമ്പർ, പേഷ്യന്റ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണോ നോക്കണം. പേഷ്യന്റിന്റെ ID നമ്പർ ചോദിച്ച ആളുടെ തന്നെയാണോ കൊടുത്തത്, ID നമ്പർ ചെക്ക് ചെയ്യണം. പേഷ്യന്റിന്റെ ബെഡ് നമ്പർ ചെക്ക് ചെയ്യണം. പിന്നെ എന്താ പറയാ, പേഷ്യന്റിന്റെ പേര് ചെക്ക് ചെയ്യണം. ഡോസേജ് അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസിന്റെ ഡോസും എത്രണ്ണം ഇതൊക്കെയാണ്, അതൊക്കെ പ്രിസ്ക്രിപ്ഷനിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ, പേഷ്യന്റ് ക്യാബിനറ്റ് മെഡിസിൻസിന്റെ പേഷ്യന്റിന്റെ മെഡിസിൻസ് ഒക്കെ ആ ക്യാബിനറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതൊക്കെ നേരത്തെ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ അതിന്റെ ഒക്കെ കാര്യങ്ങൾ എഴുതണം. പിന്നെ ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ, പോകുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു പേപ്പർ അവർ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചില്ല. ഇന്നാള് ചോദിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, ഇന്ന പേഷ്യന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. അത് എന്താണ് ചോദിച്ചേക്കണേ, അത് അവര് ആ ഒരു റിക്വസ്റ്റേഷൻ വെക്കണ്ടേ, അതായത് റിക്വസ്റ്റ് വെക്കണം, എനിക്ക് ഇന്ന കേസ് ഷീറ്റ് വേണം എന്നുള്ള റിക്വസ്റ്റ്. ആ റിക്വസ്റ്റ് ഫോം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫാർമസിയിൽ പ്രധാനമായിട്ടും മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു രീതി ഏതൊക്കെയാണെന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. ഒന്ന് വായിച്ചു നോക്കാം വേഗം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടാ, വായിക്കാം. മെഡിക്കേഷൻ പ്രൊസീജിയേഴ്സ്. കഴിഞ്ഞോ? രണ്ടുപേരും ജോലിയുള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ എടുക്കാനായിട്ട്. നോക്കാം. അടുത്തത് നെക്സ്റ്റ് ഹെഡിങ്. ഇനി ഫാർമസിയിലെ ഫിനാൻസിങ് പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. ഫാർമസിയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. മരുന്നുകൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ചും മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അതിന്റെ ഫാർമസിയുടെ ഫംഗ്ഷൻസും എന്തൊക്കെ കാര്യങ്ങളാണ് ഫാർമസിയിൽ സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെ റെക്കോർഡുകളും രജിസ്റ്ററുകളാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. മെഡിക്കേഷൻ പ്രൊസീജിയർ വരെ നമ്മൾ അറിഞ്ഞു. ഇനി അവിടുത്തെ ഫിനാൻസിംഗ് ആണ്, എന്തൊക്കെയാണ് അവിടുത്തെ ഫണ്ട് സ്വരൂപണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. പ്രൈമറി സോഴ്സ് എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ വരുന്ന പ്രൈമറി സോഴ്സ് ഓഫ് ഫണ്ട് ഏതായിരിക്കും? പ്രൈമറി സോഴ്സ് ഏതായിരിക്കും? ഫീസാണ്. പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന കാശ് തന്നെ. ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്, അതാണ് ആ ഹൈഫനട്ട് എഴുതിയേക്കണേ. ഓരോ പേഷ്യന്റിന്റെയും കിട്ടുന്ന കാശ് അത് തന്നെയാണ് പ്രൈമറി സോഴ്സ്. ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ആദ്യത്തെ പ്രാഥമിക വരുമാനം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓരോ പേഷ്യൻസ് അവിടെ വരുമ്പോൾ കിട്ടുന്ന അവരിൽ നിന്ന് ഈടാക്കുന്ന ഫണ്ട് തന്നെയാണ് പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ ഹോസ്പിറ്റലിന്റെ ഫിനാൻസ് എന്ന് പറയുന്നത് തന്നെയാണ്. ഹോസ്പിറ്റൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ഒരുപാട് പേഷ്യൻസ് വരണം. ആ പേഷ്യൻസിന്റെ എന്നൊക്കെ എങ്ങനെയെങ്കിലും
ഓരോ ടെസ്റ്റിന്ന് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവരിന്നൊക്കെ കാശ് വാങ്ങിച്ചിരുന്നു. അതാണ് അവരുടെ ഇൻകം, അവരുടെ വരുമാന മാർഗം അതാണ്. ഹോസ്പിറ്റലിൽ ഇത്രയും പൈസ കൊടുത്ത് കെട്ടിപ്പൊക്കി കോടികൾ വില പിടിപ്പിക്കുന്ന ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വെറുതെ ആളുകളെ ചികിത്സിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് അല്ല. അപ്പൊ അതിന് ഒരു സോഴ്സ് വേണം, അതായത് ഒരു ഇൻകം സോഴ്സ് വേണം. അതിന് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായാൽ മാത്രമാണ് പല പല തരത്തിലുള്ള പുതിയ ഇംപ്രൂവ്മെന്റുകൾ, പുതിയ ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ വരുമ്പോൾ മാത്രമല്ല അവിടെയുള്ള സ്റ്റാഫിനും ഡോക്ടേഴ്സിനും ഒക്കെ അവരുടേതായ അവർക്കും സാലറി ഒക്കെ വേണ്ടേ, അവർക്കൊരു വരുമാന മാർഗം വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്നത് ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ് ആണ്, പേഷ്യന്റിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ എന്താണ്, പിന്നെയും കിട്ടും. പിന്നെ ചാർജ് എന്താണെന്ന് അറിയോ? ചാർജ് ഗോട്ട് ബൈ ദ പേഷ്യൻസ് ഐദർ ഫുള്ളി പെയ്ഡ് ബൈ ദംസെൽസ് ഓർ ബൈ ദ തേർഡ് പാർട്ടി. ഇനി ചിലപ്പോ പേഷ്യൻസിന്റെ നേരിട്ട് കിട്ടുന്ന പണം അതല്ല, അല്ലാത്തതുണ്ടല്ലോ ചിലത്. എന്തുകൊണ്ട് അവിടെ തേർഡ് പാർട്ടി എന്ന് പറയാൻ കാരണം? തേർഡ് പാർട്ടി നമ്മളല്ലാണ്ട് നമ്മുടെ കാശ് മുന്നോട്ട് കൊണ്ടു കൊടുക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ആശുപത്രിയിൽ പോയി കുറച്ച് ദിവസം കിടന്നു, എന്താ പറയാ, ചികിത്സയ്ക്ക് വേണ്ട പണമൊക്കെ ഞാൻ കൊടുത്തു. അല്ല എങ്കിൽ മറ്റേതെങ്കിലും മാർഗമുണ്ടോ കൊടുക്കാൻ? ചില കേസസില് എല്ലാവർക്കും ഇല്ല, ചിലർക്ക് അതുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോ മനസ്സിലായില്ല? ഇൻഷുറൻസ്. അതന്നെ ഇൻഷുറൻസ് പറഞ്ഞോ, അതൊക്കെ തന്നെ കറക്റ്റ്. നമുക്കൊക്കെ പല കാര്യങ്ങളും ഇന്നറിയാം. പണ്ടാണെങ്കിൽ ഇതൊക്കെ അറിയാനുള്ള എന്താ പറയാ ഒരു സോഴ്സ് ഇല്ലായിരുന്നു. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മള് സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജിൽ പോയി പഠിക്കണം നിർബന്ധമൊന്നുമില്ല. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലാതെയും അറിയാനുള്ള സോഴ്സ് ഉണ്ട്, മീഡിയം ഉണ്ട് അല്ലെ. മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ഇന്ന് ഒരുപാട് വെറൈറ്റി മോഡലുകളിൽ ഉള്ളത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അത് തന്നെയാണ്, അതായത് നമ്മളുടെ കയ്യിലിരിക്കുന്ന പേഴ്സിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കുക. കൂടാതെ തേർഡ് പാർട്ടി, അതായത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ നല്ല പൈസ കിട്ടുന്നത്, അന്നേരം ഇൻഷുറൻസ് കമ്പനിയുടെ നിന്നാണ് അവരെ പൈസ ഈടാക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ കിടന്ന ചെലവ്, സർജറിക്കൽ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും നടന്നെങ്കിൽ അതിന്റെ ചെലവ്, അങ്ങനെ അത് അവരുടെ ഇൻഷുറൻസിന്റെ ആ ഒരു രീതി ഒക്കെ അനുസരിച്ച്, നേച്ചർ അനുസരിച്ചിരിക്കും. അപ്പൊ അങ്ങനെയും ഫിനാൻസ് കിട്ടും. പിന്നെന്താണ്, പിന്നെ ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് റിസർച്ച് വർക്ക്. അതായത് ഹോസ്പിറ്റലില് പുതിയ പുതിയ മെഡിസിൻസ് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് പല റിസർച്ച് വർക്കുകളൊക്കെ നടത്തും. അപ്പൊ അങ്ങനെ റിസർച്ച് വർക്കിനൊക്കെ വേണ്ടി വരുന്ന ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ പുറത്തുനിന്നൊക്കെ. അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഫണ്ട്, അതും ഒരു സോഴ്സാണ്. അതൊരു ഫണ്ട് രൂപീകരണത്തിന്റെ ഒരു സ്രോതസ്സാണ്. പിന്നെന്താണ്, ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ടുകളുണ്ട് ഇനി. അതായത് പല ആളുകളും അവരവരുടെ എന്താ പറയാ, ചില ആളുകളുടെ ഓർമ്മയ്ക്കായിട്ടൊക്കെ മെമ്മോറിയൽ ഫണ്ടുകളൊക്കെ ഹോസ്പിറ്റൽസിന് സംഭാവനകളായിട്ട്, ഡൊണേഷൻസ് ഒക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് അല്ലെ. അതായത് സാധാരണ ഈ ഇത്തരം ഹോസ്പിറ്റൽസിലേക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു പ്രത്യേക കൺസേൺ ആ ഒരു ഹോസ്പിറ്റലിനോട് ഉള്ളത് കൊണ്ട് അവരുടെ എന്താ പറയാ മെമ്മറബിൾ ആയിട്ടുള്ള ചില ആളുകൾ മരിച്ചുപോയതിനു ശേഷം അവരുടെ പേരിൽ നൽകുന്ന എൻഡോമെന്റ് ഫണ്ടുകളൊക്കെ ഉണ്ടായിരിക്കും. ആ ഫണ്ടുകൾ സ്പെസിഫിക് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റൽസിൽ നടത്താൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ആ ഫണ്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ദേ ക്യാൻ ബി വിഡ്രോൺ അറ്റ് ദ യൂസേജ് ഓഫ് ദ ഫണ്ട്. ആ ഫണ്ട് എപ്പോഴാണോ ആ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട സമയം എപ്പോഴാണോ ആ സമയത്ത് അത് അവർക്ക് പിൻവലിച്ച് അതിനുവേണ്ടി ഉപയോഗിക്കാം. ഹോസ്പിറ്റലിന്റെ ഫണ്ടായിട്ട് കിടക്കുന്നു മാത്രം. ഇപ്പൊ ഞാനൊരു 10,000 രൂപ ആരുടെയും പേരിൽ ഹോസ്പിറ്റലിന് കൊടുത്തു, എന്റെ ഒരു എൻഡോമെന്റ് ഫണ്ടായിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞത് ഇന്നൊരു പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് ഞാൻ തരുന്നത്, ആ ഒരു പ്രത്യേക കാര്യത്തിനാണ്. വെൻ ദാറ്റ് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ദേ ക്യാൻ യൂസ് ദാറ്റ് ഫണ്ട് ബൈ ഡ്രോയിങ് ദാറ്റ്. അത് എവിടെയെങ്കിലും ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ ഒരു ആവശ്യം വരുന്ന സമയത്ത് അവരതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതാണ് പറഞ്ഞേക്കണം കേട്ടോ. ദേ ക്യാൻ വിഡ്രോ ദ ആൻഡ് യൂസേജ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ടുകൾ. ഇനി പിന്നെന്താണ്, ഇനിയും ഉണ്ട് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അതായത് ഗിഫ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ടുവേർഡ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ്. അതായത് ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നടത്തില്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില ആളുകൾ കോൺട്രിബ്യൂഷൻസ് ആയിട്ടോ ഗിഫ്റ്റുകളായിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അതും ഒരു വരുമാന മാർഗമാണ്, ഒരു സ്രോതസ്സാണ്, ഫണ്ടിന്റെ സ്രോതസ്സാണ്. അപ്പൊ പ്രധാനമായിട്ടും ഈ പറയുന്ന 5 സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ് ഹോസ്പിറ്റൽ ഫാർമസിയിലുള്ളത്. പ്രൈമറി സോഴ്സ്, അതായത് ചാർജസ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്. രണ്ടാമത്തേത് ചാർജസ് ഗോട്ട് ബൈ ദ പേഷ്യന്റ് ഓർ ഫ്രം ദ തേർഡ് പാർട്ടി, അവർ തന്നെ അടയ്ക്കുന്നത് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നത്. 3 റിസർച്ച് വർക്കിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ. 4 ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ടുകൾ. 5 ഗിഫ്റ്റ് കോൺട്രിബ്യൂഷൻസ് എക്സെട്ര ഫോർ ജനറൽ ഫങ്ഷണൽ പർപ്പസ്, ജനറൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന ഫണ്ടുകളാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപർണ, ക്ലിയർ ആയോ? ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, അടുത്തത് പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്. എന്നാൽ
ഈ ഫാർമസിയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും there are some problems which is faced by the pharmacy. ഫാർമസി അഭിമുഖീകരിക്കുന്ന ചില പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുടെ പേരിൽ ഒന്നും മറക്കരുത്, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പരീക്ഷ ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസി നേരിടുന്നത്? പിൽഫറേജ്. എന്താ പിൽഫറേജ് എന്ന് പറഞ്ഞാൽ? നശിച്ചു പോകുക അല്ലെ? പല രീതിയിലും നശിച്ചു പോകാം. കള്ളന്മാര് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ നശിച്ചു പോകാം. പിന്നെന്താ? ഔട്ട് ഡേറ്റഡ് ഡ്രഗ്സ്. ഡേറ്റ് കഴിഞ്ഞ, അതായത് പഴയ ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊന്നല്ല കേട്ടാ. അതിന്റെ വേറെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഡേറ്റഡും എക്സ്പയറി ഡ്രഗ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? ഔട്ട്ഡേറ്റഡും എക്സ്പയറിയും അറിയില്ല? അതെന്താ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയില്ല? ഔട്ട്ഡേറ്റഡും എക്സ്പയറിയും. എക്സ്പയറി എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കിയേക്കണേ. അതറിയായിരിക്കുമല്ലോ. ഡേറ്റ് കഴിഞ്ഞത്. ഡേറ്റ് കഴിഞ്ഞത് എന്ന് വെച്ചാൽ ഡേറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു സാധനം മാനുഫാക്ചർ ചെയ്തത് 1 ജനുവരി 2024 അതിന്റെ 1 ഇയർ ആണ് അതിന്റെ എന്താ പറയാ യൂസേജ്. എന്ന് വെച്ചാൽ 1 ഇയർ ആണ് അത് അതിന്റെ എക്സ്പയറി ടൈം തന്നേക്കുന്നത്. അത് നമ്മൾ എന്നിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് അതായത് ഫെബ്രുവരി 2nd മന്തിലാണ്. ഫെബ്രുവരി 2025 നമ്മൾ ഉപയോഗിക്കാൻ നോക്കുന്നു എന്ന് വിചാരിക്കാം. അത് ഉപയോഗിക്കാമോ ചോദിക്കട്ടെ. 1 ജനുവരി 2024 മാനുഫാക്ചർ ചെയ്ത ഒരു മരുന്നാണ്. എനിക്ക് അത് ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ ഒരു ഫാർമസിയിൽ നിന്നോ ഒരു പ്രത്യേക അസുഖം വന്നപ്പോൾ ഞാൻ മരുന്ന് വാങ്ങിച്ചു. അതിന് 1 ഇയർ ആണ് അതിന്റെ എക്സ്പയറി ഡ്യൂറേഷൻ തന്നിരിക്കുന്നത്. ഞാൻ ചെന്ന് വാങ്ങിക്കുന്നത് ഫെബ്രുവരി 2025 ആ മരുന്ന് ഞാൻ വാങ്ങിച്ചു കഴിക്കാമോ? പാടില്ല. കഴിച്ചോ? ടീച്ചർ കഴിച്ചോ? എന്തെങ്കിലും പറയുള്ളൂ നിങ്ങള്? പറയാം ടീച്ചർക്കല്ലേ കഴിച്ചോട്ടെ എന്ന്. അങ്ങനെയാണോ? ഇല്ല, പാടില്ല. ഒരു കൊല്ലം കഴിഞ്ഞാ പാടില്ല. 1 ഇയർ കഴിഞ്ഞാ. അല്ലെന്ന് ഞാൻ ടൈം പറഞ്ഞല്ലോ നിങ്ങളോട്. നിങ്ങൾ ആലോചിച്ച് പറയേ. ജനുവരി 1, 2024 ആണ് അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഡേറ്റ് മരുന്നിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ 1 ഇയർ ആണ് യൂസേജ് എന്ന് അതും എഴുതിയിട്ടുണ്ട്. 1 ഇയർ എന്ന് അതും എഴുതിയിട്ടുണ്ട്. ഇനി എനിക്ക് പറഞ്ഞു തരണ്ട ഇതെന്താ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാകുന്നത് എപ്പോഴാണെന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ 2 കാര്യം ഇൻഫർമേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ജനുവരി 1, 2024 മാനുഫാക്ചർ ചെയ്തു. 1 ഇയർ ആണ് അതിന്റെ എക്സ്പയറി ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഞാൻ മരുന്നിന് പോയി വാങ്ങിച്ചു. എന്റെ അശ്രദ്ധ കൊണ്ട് ഞാൻ കിട്ടിയ മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ പോന്നു. അവിടെ വന്നപ്പോഴാണ് നോക്കിയപ്പോ അത് അതിന്റെ എന്താ പറയാ ഡേറ്റ് എഴുതിയിരിക്കുന്നത്, എക്സ്പയറി ടൈം എഴുതിയിരിക്കുന്നത്, അതിന്റെ ഡേറ്റ് എക്സ്പയറി തന്നിട്ടുണ്ട് എന്താ പറയാ ഫെബ്രുവരി 2025. അതായത് 1 വർഷം കഴിഞ്ഞു പോയി അല്ലെ? 2025 എനിക്കത് ഉപയോഗിക്കാൻ പറ്റും. 1 ഇയറിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലേ? ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് ഉപയോഗിക്കുമല്ലോ. അത് എക്സ്പയറി ഡേറ്റ് ഡ്രഗ്സ് എന്ന് വിളിക്കാം. ഈ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സും ഇത് നമ്മൾ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഔട്ട്ഡേറ്റഡ് ഡേറ്റ് ഡ്രഗ്സ് എന്തായിരിക്കും അപ്പോ? അത് രണ്ടും തന്നെയാണ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് നിലവില് അങ്ങനെ ഒരു മരുന്ന് അല്ലെങ്കിൽ ആ ഒരു മരുന്ന് പണ്ടേ തന്നെ ഇല്ലാതാക്കിയതാണ്. എന്ന് വെച്ചാൽ നമ്മൾ അത് മാറ്റി. ആ ഒരു ഡ്രഗ്സ് ഇപ്പൊ ആരും തന്നെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള ഡ്രഗ്സിനെയാണ് നമ്മൾ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. അത് രണ്ടും ഒന്നല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എക്സ്പയറി ഡ്രഗ്സും പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഫാർമസി സർവീസസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സും വന്നു, എക്സ്പയറി ഡ്രഗ്സും വന്നു. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ഇതെന്താ രണ്ടും ഏകദേശം ഒന്നല്ല? ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് കഴിഞ്ഞു പോയത് അല്ല. ഡേറ്റ് കഴിഞ്ഞു പോയതല്ല ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ. അതായത് അങ്ങനെ ഒരു ഡ്രഗ് യൂസേജിൽ ഇല്ല, അതായത് ആളുകൾ ഉപയോഗിക്കുന്നില്ല, അത് പണ്ടേ നിർത്തി, അത് റദ്ദാക്കിയ മരുന്നാണ്. അത് വേണ്ട. നമ്മളിപ്പോ എന്താ പറയാ ഫാഷനബിൾ ഡ്രസ്സുകൾ അറിയാം നമുക്ക് അല്ലെ? നമ്മൾ എപ്പോഴും ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുമ്പോ നമ്മളെ എന്താ പറയാ കുട്ടികൾക്കൊക്കെ വേണമെങ്കിലും അല്ലെങ്കിൽ നമുക്കൊക്കെ ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ ലേറ്റസ്റ്റ് ഫാഷനിലുള്ള ഡ്രസ്സ് വാങ്ങിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടാം. ചില പണ്ടത്തെ ഫാഷനിലുള്ള ഡ്രസ്സുകൾ ചിലപ്പോൾ ചില കടകളിൽ അവൈലബിൾ ആയിരിക്കും. ചില കൊച്ചുങ്ങളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും വേണ്ട, അത് പഴയ മോഡലാ, പക്ഷെ എങ്കിലും ഡ്രസ്സല്ലേ ഉപയോഗിക്കാലോ എന്ന് വിചാരിക്കും. പക്ഷെ ചില സാധനങ്ങളുണ്ട് നമുക്കത് ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധനം ഇപ്പൊ ആരും അധികം ഉപയോഗിക്കുന്നില്ല. ഔട്ട് ഓഫ് ഫാഷൻ എന്നൊക്കെ നമ്മൾ പറയും.
അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സും ഉണ്ട്. എന്ന് വെച്ചാൽ നിലവിൽ പ്രാബല്യത്തിൽ അങ്ങനെ ഒരു മെഡിസിൻ ഇല്ല. ചില ഹോസ്പിറ്റൽസിൽ അത് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിൽ അത്തരം മെഡിസിൻസ് അവർ നേരത്തെ ഉള്ളത് അവിടെ തന്നെ വെച്ചിരിക്കുന്നതായിരിക്കാം. ചിലപ്പോ അത് അങ്ങനെ എന്ത് ചെയ്യും, അത് വേണ്ട എന്ന് എഴുതി തന്നെ ചിലപ്പോ അടുത്ത കാലത്ത് ഇറങ്ങിയതായിരിക്കും. പക്ഷെ അത് വേണ്ട എന്ന് ചിലപ്പോൾ റദ്ദാക്കിയിട്ടുണ്ടാകും എല്ലാ ഹോസ്പിറ്റൽസിൽ നിന്നോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ അത് വിലക്കിയിട്ടുണ്ടാകാം. അത്തരം ഡ്രഗ്സ് ആണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കഴിഞ്ഞു പോയത്, അതായത് അവർ പറഞ്ഞിരിക്കുന്ന മാനുഫാക്ചറിംഗ് ഡേറ്റും യൂസേജിന്റെ ടൈമും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടൈം കഴിഞ്ഞു പോയെങ്കിൽ വി കനോട്ട് യൂസ് ദാറ്റ് ഡ്രഗ്സ്. അതാണ്. പിന്നെ എന്ത് പ്രോബ്ലം ആണ്? ക്യാരിയിങ് കോസ്റ്റ്. ഇനി ഈ പറയുന്ന ഡ്രഗ്സുകൾ നമ്മൾ എന്താ പറയാ ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ ക്യാരി ചെയ്യാനായിട്ട് ഒരുപാട് ചെലവുകൾ വരും. അതായത് ഈ ഇൻഫ്ലേമബിൾ ഡ്രഗ്സോ അല്ലെങ്കിൽ എന്താ പറയാ നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ ക്യാരി ചെയ്യാനായിട്ട് കൊണ്ടുപോകാനും വരാനൊക്കെ ചിലപ്പോൾ ചെലവ് കൂടുതലായിരിക്കും. അത്തരം കോസ്റ്റുകളും ഈ ഫാർമസികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. പിന്നെ എന്താ പറയാ ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. ഈ ചില ചെറിയ ചെറിയ കീടങ്ങളോ അല്ലെങ്കിൽ എലികളോ ഒക്കെ നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട് ചില മരുന്നുകള്. പിന്നെ എക്സ്പയറി ഡ്രഗ്സ് പറഞ്ഞു. പിന്നെ ഷോർട്ടേജ് കോസ്റ്റ്. ഇനി ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നു ഇത്രയൊക്കെ എടുത്തു കൊടുത്തു, ചിലപ്പോൾ അതിനകത്ത് എണ്ണത്തിൽ ക്വാണ്ടിറ്റിയിൽ കുറവുകൾ വരും. അതാണ് എന്തെന്ന് വിളിക്കാം നമ്മൾ ഷോർട്ടേജ് കോസ്റ്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഓക്കെ, അതായത് നമ്മളുടെ ഫാർമസിയിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് 6 എണ്ണം. പിൽഫറേജ്, നശിച്ചു പോകൽ പല രീതിയിലും, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, ക്യാരിയിങ് കോസ്റ്റ്, ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, എക്സ്പയറി ഡ്രഗ്സ് ആൻഡ് ഷോർട്ടേജ് കോസ്റ്റുകൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഒറ്റ ചെറിയൊരു ഹെഡിങ് കൂടി ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ വേണ്ട, വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് തീർത്തിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. അപ്പൊ ഈ ഒരു ടോപ്പിക് കൂടി ഉള്ളൂ, ഈ ഒരു ഹെഡിങ് കൂടി ഉള്ളൂ, റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ഹോസ്പിറ്റലിലെ ചീഫ് ഫാർമസിസ്റ്റിനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്, ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവരുടെ റോൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്തൊരു ചെറിയ ഹെഡിങ് ആണ് ഉള്ളത്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ ഇന്ന് പഠിച്ചത് വലിയ ബുദ്ധിമുട്ടുണ്ടോ? പഠിച്ച കാര്യങ്ങള് ഇല്ല, എളുപ്പല്ലേ പഠിക്കാനൊക്കെ? അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ അത് വായിച്ച് പഠിച്ച് വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് വരാം. ദിവസം മാറ്റിയെടുക്കാം, പുതിയ ചാപ്റ്റർ എടുക്കാം, എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് പുതിയ ചാപ്റ്റർ എടുക്കാം. ഓക്കെ, ബൈ. താങ്ക് യു.